ഒടുവിൽ രാജ്യം കാത്തിരുന്ന ആ ബില്ല് പാർലമെന്റിലേക്ക് എത്തുകയാണ്. പാർലമെന്റിന്റെ അടുത്ത സെഷൻ മാർച്ച് 10 ആരംഭിക്കും, ഏപ്രിൽ 4 അവസാനിക്കും. ആ ഒരു കാലയളവിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. പാർലമെന്റിൽ ഫെബ്രുവരി 13 ഈ വഖഫ് ഭേദഗതി ബില്ലിന്റെ റിപ്പോർട്ട് സമർപ്പിച്ചത്. അന്ന് തന്നെ വലിയ ബഹളവും ഒച്ചപ്പാടും പ്രതിപക്ഷം ഉണ്ടാക്കിയിരുന്നു. അതിനുശേഷം ഫെബ്രുവരി 19 തന്നെ കേന്ദ്രമന്ത്രിസഭാ യോഗം ഇതിന് അനുമതി നൽകിയിരുന്നു എന്നുള്ള വാർത്തകൾ ആണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും കാത്തിരുന്ന ബില്ല് അടുത്ത മാസം, അതായത് മാർച്ച് 10 തരുന്ന പാർലമെന്റ് സെഷനിൽ തന്നെ അവതരിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പായിരിക്കുന്നു. ബില്ല് പാസ്സാകാനുള്ള അംഗബലം BJPക്ക് അല്ലെങ്കിൽ NDAക്ക് പാർലമെന്റിലും ഒപ്പം തന്നെ രാജ്യസഭയിലും ഉണ്ട് എന്നുള്ള വാർത്തകൾ നേരത്തെ തന്നെ വന്നിരുന്നു. ഏതായാലും അതിനുള്ള എതിർപ്പ് ശക്തമായിരിക്കും. പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ വലിയ എതിർപ്പിലും ശക്തമായ പ്രതിഷേധത്തിലുമാണ്. നിലവിൽ കേരളത്തിലടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ പ്രതിഷേധവുമായി തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഏതായാലും എത്ര പ്രതിഷേധമുണ്ടായാലും ഈ ബില്ല് പാസ്സാകും. അതിനുള്ള അംഗബലം ഇതുവരെ നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇതിൻ്റെ പേരിൽ ആരൊക്കെ മുതലെടുപ്പ് നടത്തും, ഇല്ലെങ്കിൽ ആരൊക്കെയാണ് പ്രതിഷേധിക്കുന്നത് എന്നൊക്കെയുള്ളത് അറിയാൻ ഇനി ദിവസങ്ങൾ കൂടി കാത്തിരുന്നാൽ മാത്രം മതിയാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.